തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ്. കാലവർഷം തുടങ്ങി 8 ദിവസങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെന്ന് കണക്കുകൾ. മഴ കുറവുണ്ട് കേട്ടാ. നല്ല പ്രശ്നമാണല്ലേ ജില്ലകളിൽ മാത്രമേ യെല്ലോ മുന്നറിയിപ്പുള്ളൂ. ചേട്ടാ, ഏതെങ്കിലും ജില്ലയ്ക്ക് അവധി ഉണ്ടോ? കണ്ണൂർ, കാസർഗോഡ് റെഡ് അലേർട്ട് ഉണ്ട് രണ്ടും ജില്ലക്ക്. ചേട്ടാ, ഏതെങ്കിലും ജില്ലയ്ക്ക് അവധി ഉണ്ടോന്ന്? വല്ല ഗവൺമെന്റ് ഓഫീസിനോ അതോ സ്കൂളിനോ അവധി? അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് YS അഭിനന്ദ്, കോട്ടയത്ത് നിന്ന് ടോബി ഇല്ല മക്കളെ, സ്കൂളിന് അവധി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. സലീം മാലിക് വിവരങ്ങൾ നൽകാൻ പോകുന്നു. ഗുഡ് മോർണിംഗ് സലീം മാലിക്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. രാവിലെ തന്നെ രണ്ടുപേരും കൂടെ വാർത്തയെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും മഴ പെയ്തിട്ടും ഗവൺമെന്റിന് അവധി കൊടുത്തൂടെ? ഒന്നുമില്ലെങ്കിൽ ഒരു സ്കൂളിനെങ്കിലും അവധി കൊടുത്തൂടെ? ഓ, അതിനൊന്നും മഴയില്ലല്ലോ, മഴ പെയ്യുമ്പോ അവധി കൊടുത്താ പോരെ? ഇത് ആർക്കും എത്ര അത്യാവശ്യം? മഴ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറന്നാ പോരെ? കുട്ടികളുടെ സംരക്ഷണമാണ് വലുത്. ഓ, അമ്മച്ചിമാരെ പോലെ കഥയും പറഞ്ഞോണ്ടിരുന്നോ? പെണ്ണെ, സമയം 7:30 കഴിഞ്ഞ്. നീ ഇനി ഏത് കാലത്ത് പല്ല് വെച്ച് കുളിച്ച് സ്കൂളിൽ പോവാനാ? 9:00 മുന്നേ അവിടെ എത്തണ്ടേ? പല്ല് വെക്കാൻ കൊറേ സമയം വേണോ? അങ്ങനെ വരട്ടെ. ഉമ്മാതല്ല പൊന്നു മോളെ. ചേച്ചി, ഇത്ര നേരം എൻ്റെ അടുത്ത് വന്നിട്ടേ മഴയുണ്ടോ, അയ്യോ ഗവൺമെന്റ് ഓഫീസിന് അവധിയുണ്ടോ, സ്കൂളിന് അവധിയുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് നിനക്ക് മനസ്സിലായില്ലേ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട്? കുട്ടികളുടെ സംരക്ഷണമാണ് നമുക്ക് ഏറ്റവും വലുത്. നീ പല്ല് വെച്ചാ? ഇല്ല. എന്നാ പോയി പല്ലേ പോ. എണീര്. ബുക്ക് എടുത്ത് വെച്ചാ? നീ എല്ലാ ബുക്കും കൂടെ എന്തിനാ ചുമന്നോണ്ട് പോന്നെ? ഫസ്റ്റ് ഡേ അല്ലേ? ഓ മകളെ പാറുവേ, നീ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് വേണം കേട്ടാ സ്കൂളിൽ പോവാൻ. അല്ലെങ്കിലേ അവിടെ ചെന്നിട്ട് അയ്യോ എനിക്ക് വിശക്കുന്നേ, എനിക്ക് വീട്ടിൽ പോണേ എന്ന് പറഞ്ഞിട്ട് നൈസിൽ വീട്ടിലോട്ടും ഓടി വരും. വേണ്ട ചേട്ടാ, വയറ് നിറച്ച് കഴിക്കാൻ ഇവിടെ എന്താ ഉള്ളേ? അയ്യോ, ഇവിടെ എന്തോ ഇല്ലാത്ത? പാല്, പഴം, പുഴുങ്ങിയ മുട്ട, ബിസ്ക്കറ്റ്, അമ്മൂമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവളെങ്ങാനും രാവിലെ എനിക്ക് ഇപ്പൊ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാലത് മേടിച്ചിട്ട് ആൻഡ് ഇന്നലെ രാത്രി നൂഡിൽസ് വരെ വാങ്ങി വെച്ച്. എനിക്ക് പാലും പഴവും ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞല്ലേ. അവള് പറഞ്ഞ മൊത്തം നീ കേട്ടില്ലേ? മുട്ടയുണ്ട് മുട്ട, അല്ലെങ്കിൽ അത് പൊരിച്ചും തരും. പാറു, ചോറ്റുപാത്രത്തിൽ ചോറ്, മുട്ട പൊരിച്ചത്, ചമ്മന്തി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ലാവിഷാണല്ലോ. തൈര് ഇരിപ്പില്ലേ? ഉണ്ട്. ഇച്ചിരി തൈരും ഇച്ചിരി അച്ചാറും കൂടെ വെച്ചു കൊടുത്തേരെ. ചോറും മുട്ട പൊരിച്ച പപ്പടമൊക്കെ രാവിലെ റെഡി. ഇവിടെ സ്കൂളിൽ പോകണ്ടോ കൊച്ചോ? ഫീച്ചടിച്ചോണ്ടിരിക്കും. സ്കൂളിൽ പോകുമ്പോ മര്യാദക്ക് പല്ല് വെച്ചിട്ട് വേണം പൊക്കോളണം. നീ നഖം വെട്ടിയാ? അതിന് നഖം ഇല്ല. ഓ, കടിച്ച് തിന്നു കാണുമല്ലേ അത്? ഓ, വൃത്തിക്ക് കുളിച്ചിട്ട് വേണം പോവാൻ. കാക്കക്കുളി കുളിച്ചിട്ട് പോവല്ലേ. ഓ, കുളിക്കുമ്പോ കാലൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴിയണം. ഓ, ഇതെന്തോന്ന് ഓ എന്ന് പറയണ, അല്ലാതെ ഇരിക്കണടുത്ത് അനങ്ങണില്ലല്ലോ മാഡം. പൊടി പോയി പല്ലടി പൊടി. സ്കൂൾ തുറന്നപ്പോഴത്തേക്ക് എല്ലാരും എന്റെ നേരെ ആയാ. ഇതുകൊണ്ടാ എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്ത. അയ്യോ, അല്ലെങ്കിൽ രാവിലെ എനിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി മുട്ടി നിൽക്കുവാണല്ലോ പാറുമോള്. പൊന്നുമോള് വാ, സ്കൂളിൽ പോവാ. ചേട്ടാ, ഒന്നും കൂടെ ഒന്ന് നോക്കിയേ, അവധിയെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടോന്ന്. ഒരു രക്ഷയില്ലേക്കനെ, സ്കൂളിൽ പോയാ പറ്റും. ബാ, പല്ലൊക്കെ തേച്ച് കുളിച്ച് നമുക്ക് റെഡിയാവാം. പാറു, 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 எங்க போனா? ஆஹா, மறுபடியும் தூங்கிட்டு இருக்காளா? பாரு, பாரு, என்ன இவா? பாரு, பாரு, செல்லோல எழுந்திரு. ஆஹா, எழுந்திரு செல்லம். லஞ்ச் எல்லாம் ரெடி பண்ணி வச்சிருக்கேன், யூனிஃபார்ம் ரெடியா இருக்கு. எழுந்திரு, ஸ்கூல்ல போகணும். என்ன സ്കൂളിൽ പോവേണ്ടാമാ? ഞാൻ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി എണീറ്റാനായി. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഒരു 5 മിനിറ്റ് കിടക്കാന്ന് പറഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് അങ്ങ് ഉറങ്ങിപ്പോയി. അയ്യോ പാവം.
എന്റെ ഇച്ചിരി നേരം കിടന്നോട്ടെ. അയ്യടാ എഴുന്നേര്. ദേ, എന്നത് കണ്ണേറ്റപ്പോഴേക്കും വീണ്ടും കയറി കിടന്നാ. പിന്നൊന്നും നോക്കാൻ ഇവിടെ ആരുമില്ലേ? ശിവ, ശിവ, ഞാനാണെങ്കിൽ ഒരു കോളിലും ആയിപ്പോയി. ശിവ, എന്തുവാ? എന്താണ് നീ ഇത് കണ്ട? പല്ലും നെച്ചിട്ടില്ല, കുളിച്ചിട്ടുമില്ല. ചേച്ചി ഇവരോട് ഞാൻ പോയി കുളിക്കാൻ പറഞ്ഞാണ് ചേച്ചി. ഞാൻ അടുക്ക വരെ പോയതാ. അപ്പോഴേക്കും വീണ്ടും കിടന്ന് ഉറങ്ങിയല്ലേ മാഡം? ഞാൻ മനഃപൂർവ്വം അല്ല, ക്ഷീണം കൊണ്ടാ. ശിവ, നീ അവിടെ പിടിച്ചേ. നീ ഇതൊന്നും കാണാനല്ലേ? എന്തോന്ന് അയോട്ടിക്കൊണ്ടിരിക്കണേ? ഒന്നുമില്ല, ആ വീട്ടിൽ കഴിഞ്ഞു പോരെ. സ്കൂളൊന്നും വേണ്ടേ? സ്കൂളിൽ പോയല്ലേ പറ്റൂ. പാറു എഴുന്നേര്, പോയി സ്കൂളിൽ പോപ്പാரு. ശിവ ബ്രഷ് പേസ്റ്റ് എല്ലാം എടുത്തുകൂടെ? അയ്യോ, തമ്പുരാട്ടിക്ക് ഇതൊക്കെ പള്ളിമേടയിലേക്ക് കൊണ്ടുതരണോ? ആ, കൊണ്ട് തരണം. ദൈവമേ. പാറു, ഞാൻ അറിയാത്തൊരു കാര്യം ചോദിച്ചിട്ട്, നീ ശരിക്കും സ്കൂളിൽ പോണ ആർക്ക് വേണ്ടിയടി? ഞങ്ങൾക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടിയാ? നിങ്ങക്ക് വേണ്ടി. അതിനെന്തിനാ സംശയം? ഞങ്ങൾക്ക് വേണ്ടിയല്ല മക്കളെ. എന്നാ നീ പോയി കുളി പോ, ചെല്ല്. അതാണ് കേട്ടാ പ്രശ്നം. ഇനി എന്താണ് ചേച്ചിയുടെ അടുത്ത പ്രശ്നം? ഇന്നലെ നഖം വെട്ടിയപ്പോ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് സോപ്പ് തേച്ച് കുളിക്കുമ്പോഴേ ഭയങ്കര നീറ്റില്ല. എന്റെ പുറത്ത് ബ്രഷ് പേസ്റ്റ് ഒക്കെ ഉണ്ട്. പോച്ചല്ലേ കുളിക്ക്. പാറു നീറ്റലെല്ലാം മാറணும்னா വേറെ யாராச்சும் കുളിപ്പാട്ടിനാ പോതുമാ? ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. കുളിക്കാതെ സ്കൂളിൽ പോകാൻ പറ്റൂലല്ലോ. சரி, அப்படின்னா இதுல யார் ஒன்ன குளிப்பாட்டணும் சொல்லு. അതെനിക്കൊന്ന് ആലോചിക്കണം. കൊച്ചേ, ആലോചിച്ചോണ്ടിരിക്കുന്ന സമയം പോവും. നീ പെട്ടെന്ന് പറ. അങ്ങനാണെങ്കിൽ എന്നെ ശിവാൻ ചേച്ചി ഒളിപ്പിച്ചാൽ കഷ്ട. ഞാൻ രാവിലെ തന്നെ കുളിച്ചതാ. എന്തെങ്കിലും വാ കുളിക്കാം. എന്തായാലും കുറച്ചു ദിവസം കഴിയുമ്പോഴേ ഈ നീറ്റല് മാറത്തുള്ളൂ. അതുകൊണ്ട് നാളെ കുളിപ്പിക്കാനുള്ള അവസരം ലക്ഷ്യേച്ചിക്കാൻ. ഞാൻ തന്നെ കഷ്ടപ്പെട്ട ഇവിടെ കുളിക്കുന്നു. എന്തെങ്കിലും വാ കുളിക്കാം. എന്താണ് എന്റെ കൈ വേദനിക്കുന്നത്? ஏதோ ஆயிருக்கு அவளோட கையில. എതായിരിക്ക് എന്റെ പൊന്നാന്റെ അവളുടെ കയ്യിലിങ്ങനെ തൊട്ടത് ഇങ്ങനെ ആക്കിയുള്ളൂ. അതിനാണ് കിടന്ന് കൂവിയത്. ഇതാണ് പറയണത്, മോങ്ങായിരുന്ന പട്ടിയുടെ തലയ്ക്ക് തേങ്ങ വീണെന്ന്. പാറുവേ, അടവ് കാണിച്ച തൂക്കിയെടുത്ത പാറമടയിൽ എറിയും. പോയി കുളിക്കടി, പൊടി. കിടന്നും ബേളം വെച്ച് നാട്ടുകാരും കൂടെ അറിയിക്കണ്ട. വാശി ചേച്ചി. ചേട്ടാ, ഇവള് എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നിടക്കണല്ലോ പറയുന്നത്. ആരെങ്കിലൊക്കെ ഒന്ന് കുളിച്ച് സ്കൂളിൽ പോ. നിങ്ങളിങ്ങനെ സംസാരിച്ചോണ്ട് ഇന്ന് സമയം കളയാതെ വാ. എന്നിട്ട് സ്കൂളിൽ പോകാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയും. എന്താ ഇനി? എനിക്ക് വേദന എടുക്കുന്ന. അതിനെ തൊടാതെ കൊണ്ടുപോവോ? എന്നിട്ട് തൊടാതെ കുളിപ്പിക്കും. തൊടാതെ എങ്ങനെയാ ചേച്ചി കുളിപ്പിക്കുക? ആ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് നാല് കറക്ക്. ബാ, നമുക്ക് വാഷിംഗ് മെഷീനിൽ കിടന്ന് കറങ്ങാം. പോ, നടക്ക്. ആരുടെ മടിയാണാവോ കിട്ടിയേക്കണത്? തുപ്പി കാണിക്കാൻ വേണേ. പെണ്ണേ, എന്നാ ചുമ്മാ പെണ്ണേന്ന് വിളിക്കരുത്. എനിക്ക് ദേഷ്യം വന്നിരിക്കുക. അതെനിക്ക് മനസ്സിലായി, ദേഷ്യം വന്നിരിക്കുന്നു. നീ എന്നൊന്ന് ബാഗിൽ പണിതുകൊണ്ടിരുന്നേ? ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചാണല്ലോ. പെണ്ണ, സമയം പോണെന്ന് 9 മണി ആവാൻ പോണ്. സമയം മുമ്പോട്ടേ പോകത്തുള്ളൂ, പുറയിലോട്ട് പോകത്തില്ല. ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണെങ്കിലേ സമയം മാത്രം മുമ്പോട്ടു, നീ പുറകോട്ടേ പോവുള്ളൂ. ആവശ്യമില്ലാത്ത ബുക്കൊക്കെ എന്തിനാ എടുത്തു വെച്ചേ? ആവശ്യമുള്ള ബുക്ക് മാത്രം എടുത്തു വെച്ചാൽ മതി. അതിനാവശ്യമുള്ള ബുക്ക് മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ. എന്നാ യൂണിഫോം കൊടയാണ് ഈ. എന്ത് നോക്കണേ? പോയി യൂണിഫോം എടുത്ത് വെച്ചേ. എന്റെ യൂണിഫോം വലിച്ചെറിഞ്ഞാണ്ടാ? വലിച്ചെറിഞ്ഞ നാല് വലിച്ചെറിഞ്ഞ് ഞാൻ നിന്റെ മടിയിലല്ലേ കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പൊ നീയാണ് ചുമക്കണത്. ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല. അമ്മായി, ഇതുകൊണ്ടോ ഓടിപ്പോയി തേച്ചോട്ട് വന്നേ. ഞാനോ? ആ, അല്ല ഞാനാ.
എന്റെ കൊച്ചെ ഞാനത് തേച്ചതാ. ചേച്ചി തേച്ചത് ശരിയായില്ല. എനിക്ക് സ്കൂളിലെ സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ളതാ. ഓ പിന്നെ സ്കൂളിൽ പോലും മര്യാദക്ക് പോവാത്തവക്കാണ് സ്റ്റാൻഡേർഡ്. പിന്നെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ പോയി തേക്കാൻ നോക്കും. പാറുവേ വന്നേ, ഒന്ന് വല്ലതും കഴിച്ചേ. വല്ലതും കഴിക്കാനാ? വല്ലതും കഴിച്ചോണ്ട് സ്കൂളിൽ പോകാൻ പറ്റൂല. മുട്ട പുഴുങ്ങിയതുണ്ട്, ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട്, പാല് കാച്ചി വെച്ചിട്ടുണ്ട്. മക്കള് വന്നേ. കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറ. ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ? അത് പ്രോട്ടീനും ക്രോട്ടീനും ഒക്കെ അല്ലേ. മനുഷ്യന്മാർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നല്ല ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യേ, അതേ ഉള്ള. ആ നീ ഇത് പറയുന്ന എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടേ കനകാന്റെ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഉണ്ടാക്കിയ അതിപ്പോ തണുത്താണ്. കൊച്ചെ ഉള്ളത് വാരി കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്കിക്കേ. സ്കൂളിൽ നമ്പർ ഒന്നും ഇറക്കണ്ട. ഞാൻ ഒരു സത്യം പറയട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ വിശ്വസിക്കൂല. നീ പറ. കേശാണ് ഞാൻ പറഞ്ഞാ മനസ്സിലാവും. നമ്മൾ രണ്ടുപേരും ഒരേ വൈബല്ലേ? വൈബാ? എന്തൊരു വൈബ്? നമ്മളെപ്പോഴും വയറ് നിറച്ച് കഴിക്കൂലേ? ആ കഴിക്കും. ഇന്നലെ കഴിച്ചതിന്റെ ആന്ന് തോന്നുന്നു. രാവിലെ എണ്ണീച്ചപ്പോ വരും ഭയങ്കര വയറുവേദന. ഞാൻ സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എന്നെ തറപ്പിച്ചു നോക്കണ്ട. ഞാൻ സ്കൂളിൽ പൊക്കോളാം. പൊക്കോളാന്നാ? പോയേ പറ്റത്തുള്ളൂ. ചേച്ചി, വേറെ എന്തായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വയറുവേദനയാണ് പ്രശ്നം. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേ തന്നെ സ്കൂളിലെ ടോയ്ലറ്റിൽ കയറി ചെല്ലാന്ന് പറഞ്ഞാ അത് മോശമല്ലേ? ഒരു മോശവും ഇല്ല. നമ്മൾ ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് മാസം ഫീസ് എണ്ണി കൊടുക്കണതേ. ടോയ്ലറ്റിൽ പോവാനാ? ഒരു ദിവസം മൊത്തം നീ സ്കൂളിലെ ടോയ്ലറ്റിൽ ഇരുന്നെന്നും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഗൗരമ്മ ഇതെന്തോ ചെയ്യുന്നേ? കല്യാണ പുടവ പിടിച്ചോണ്ടിരിക്കുന്ന ഒന്ന് പോയി തേക്ക്. തേക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ല ആവശ്യമുണ്ടോ? ആ ഉണ്ട്. ഞാൻ സ്കൂളിൽ പോണോ? ആ പോണം. എന്നാ പിന്നെ പോയി തേച്ചിട്ടോ. ശരി. അമ്മുമ്മേ, വയറിന്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിഞ്ഞൂടാ. ബ്രെഡ് ഉണ്ടോ? അയ്യോ ബ്രെഡ് ഇല്ല. ബ്രെഡ് ഇല്ലേ? എന്നാ പിന്നെ എനിക്ക് ബ്രെഡ് പൊരിച്ചാ മതി. മക്കളെ ബ്രെഡ് ഇല്ലെന്നാണ് അമ്മ പറഞ്ഞേ. എന്നാ പിന്നെ പഴം വിഴുങ്ങിയതോടെ ഇങ്ങോട്ട് നിക്കാതെ പോയി മേടിച്ചിട്ട് വാ. അമ്മുമ്മേ, പൈസ കൊടുത്ത് വിട്. ഞാൻ സ്കൂളിൽ പോണെങ്കി മതി. ഓ കൊടുത്തു വിടാവേ. അയ്യോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കുഴപ്പമാവുന്നേ. അയ്യോ, വേറെ എനിക്ക് ഒരു പാക്കറ്റ് ബ്രെഡും ഇച്ചിരി ബട്ടറും മേടിച്ചോ. ബട്ടറിൽ പൊരിച്ച ബ്രെഡേ നിന്റെ അനിയത്തി കഴിക്കത്തുള്ളൂ. അല്ലെങ്കിലേ ആ പേരും പറഞ്ഞ് പോവാതിരിക്കും. അല്ല നീ ആദ്യം അതിനകത്തുനിന്ന് ഇറങ്ങണ്ടേ? ഓ അതെനിക്ക് വിട്ടേരെ, ഞാൻ ഇറക്കിക്കോളാം. தட்டடாயின் பிரெட் ஆம்லெட் ரெடி. പാറുവെങ്ക? പാറു ആടയാഭരണങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടേ ശൗചാലയത്തിലേക്ക് കയറി ഇരിക്കുക. ശൗചാലയമാ? ശൗചാലയം മീൻസ് ശുചിമുറി, ടോയ്ലറ്റ്. കേട്ടിട്ടില്ലേ? കാവലിനായിട്ട് ഒരു തോഴിയെ നിർത്തിയിട്ടുണ്ട്. തോഴിയാ? അയ്യോ ശിവ. ആ നീ ഇങ്ങ ഇരിക്കിയാ? അവൻ ഇങ്ങ. പാറു പിന്നെ ഇപ്പൊ ഇറങ്ങി വരും. ആദ്യം വിളിച്ചാ മതി. അവിടെ ഇറങ്ങിയില്ലേ ഇതുവരെ? വിളിച്ചു പോവണ്ട. 1/4 മണിക്കൂറായിട്ട് പാറോ പാറോ പാറു ഞാനും വിളിക്കുന്നുണ്ട്. കുമ്മൂത്ത് മാത്രം ഉത്തരം തരുന്നുണ്ട്. കൊച്ചത് ഇങ്ങനെയൊക്കെ എങ്ങനെ ശരിയാവും? പാറേ, ഇന്നെന്തായാലും പാറു ലേറ്റാവും. അതിന് ഉറപ്പല്ലേ? കൊച്ച് പാറേ, എന്റെ ചേച്ചി അവൾ ഇറങ്ങൂല. ഞാൻ കുറെ നേരം കൊണ്ട് വിളിക്കുക. ഇറങ്ങിയില്ലെങ്കിലേ ഇറക്കാൻ എനിക്ക് അറിയാം കേട്ടാ. അമ്മായി കേശു എന്ത്? അവൻ ഫോൺ വിളിച്ചോണ്ട് പുറത്തോട്ട് പോയി. നന്നായി. ഇനിയിപ്പോ വല്ല വണ്ടി വിളിച്ച് അവളെ വിടേണ്ടി വരും. ആ സ്കൂൾ വണ്ടി ഇതുമായിട്ട് റെഡി ആയിട്ടില്ലെന്നേ. லிச்சு, ஒருவேளை பாருக்கு நிஜமா வயிற்று வலினா என்ன செய்யலாம்? എന്റെ പൊന്ന ആന്റി, ഇതൊക്കെ അവള് ഉടായ്പ ഇറക്കുന്നല്ലേ.
ഇവിടെ ഇപ്പൊ പനി ജലദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കും. വയറുവേദന എന്ന് പറഞ്ഞാൽ എന്താ? 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ബാത്റൂമിൽ പോയി വരിക. ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്റെ പൊന്നമ്മായി പയ്യെ വിളി, ചെവി അടിച്ചു പോവില്ല മനുഷ്യന്റെ. ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ചവിട്ടി പൊളിക്കുവേ. ഈ അമ്മായിക്ക് ഇത് എന്തോന്നാണ്? ഈ വീട്ടിലെ വാതിൽ മുഴുവൻ ചവിട്ടി പിടിക്കുന്ന ഉത്സാഹം. ആ, ഇവിടെ ഉള്ളവരെ സ്വഭാവം കണ്ട വീടേ ഇടിച്ചു പൊളിക്കാൻ തോന്നുന്നു. ஆஹா, இப்படி சத்தம் போட்டு பேசினா அவன் நல்லா கேட்பா. கொஞ்சம் அமைதியா மெதுவா பாசமா சொல்லி ஸ்கூல்ல போக வைக்கலாம். இங்க வாங்க, எல்லாரும் இங்க வாங்க, இங்க தள்ளுங்க. சரி, இங்க நில்லுங்க. நான் போய் மெதுவா கூட்டிட்டு வரேன். அமைதியா இருங்க. பாரு செல்லல, வாமா வெளியே. பிரெட் ஆம்லெட் செஞ்சு வச்சிருக்கேன். செல்லம் വാമാ. അല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ ഇത്രയും മടിയുള്ള ഏതെങ്കിലും പിള്ളേരുണ്ട് ഈ കേരളത്തില്? ഇഷ്ടംപോലെ പിള്ളേരുണ്ടല്ലോ അച്ചു. എന്നെ തന്നെ നോക്ക്, എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നിട്ടും എനിക്ക് സ്കൂളിൽ പോയി ഇഷ്ടമല്ല. പാറു വാമാ. പാറു പാറു അമേദി വാ. വാമാ. കഴിഞ്ഞ വയറൊക്കെ കാലിയായ? കൈ സോപ്പിട്ട് കഴുകിയെങ്കിലേ ദേ ഓംലെറ്റ് ഇരിക്കുന്നു, അതെടുത്ത് കഴിക്കും. എനിക്ക് വേണ്ട. നീ രാവിലെ വേറൊന്നും മുണുങ്ങൂലെന്ന് പറഞ്ഞിട്ട് നിന്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് പോയി വാങ്ങിട്ടത്. കഴിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിഞ്ഞിട്ടില്ല. ശിവ അമേദി. അമേദി മാറിലച്ചു മോളെ. മക്കളെ വന്നേ, ഇവിടെ ഇരി. മക്കള് പറഞ്ഞത് കേൾക്കാത്തോണ്ടല്ലേ ചേച്ചി ദേഷ്യപ്പെട്ടേ? മക്കള് ഇവിടെ ഉണ്ടാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തൊണ്ടേന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് കേശുചേട്ടൻ രാവിലെ തന്നെ ജംഗ്ഷനിൽ പോയി കഷ്ടപ്പെട്ട് ബ്രെഡും മുട്ടയും വാങ്ങിയിട്ട് വന്നിട്ടാണ് മക്കൾക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി തന്നത്. അത് കഴിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ വിഷമാവും. അപ്പൊ കഴിക്കണം കേട്ടോ. പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. ഇല്ലെങ്കിൽ ഞങ്ങളടുത്ത് ഭിത്തി കയറ്റാനില്ലേ ഇപ്പൊ, അല്ലേ? ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റിൽ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സ്കൂളിലെത്താം. എനിക്ക് ആരെങ്കിലും വാഴ തരണം. அதுதானே விஷயம். சரி, அதுக்கு நம்ம சொல்யூஷன் தேடலாம். உனக்கு யாரு வாரி கொடுக்கணும் சொல்லு. അമ്മായി. അതും കറങ്ങി തിരിഞ്ഞ് എന്റെ തലയില് മരുത്തരാല്ലോ. മക്കളിങ്ങ അടുത്തോട്ട് നീങ്ങിയിരി. ഇത് കഴിച്ച സ്കൂളിൽ പോവും അല്ലേ? പറ, പതിയെ കഴിച്ചാ മതി. ചേച്ചി എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന? പോയി പാലെടുത്തോണ്ട് വാ. നിനക്ക് പാല് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ബ്രെഡിന്റെ കൂടെ പാല് വേണം. കൊണ്ടത്തരാൻ കേട്ടോ പാല്. മക്കള് കൂച്ച്. മക്കള് കഴി. വയറുവേദന മാറുന്നില്ലല്ലോ. അത് മാറിക്കോളും കേട്ടാ. മുത്ത് കഴി. சாப்பிடு. ഒരു ചാറ്റൽ മഴ പോലും ഇല്ലല്ലോ. മഴ വന്നായിരുന്നെങ്കിൽ അതിന്റെ ദിവസം പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നു. എന്നാലേ ഇന്ന് മഴയില്ല. കഴിക്കാനുള്ള സാധനം മാത്രം എടുത്താൽ മതിയല്ലേ സ്കൂളിലേക്ക്? പഠിക്കാനുള്ള ഒന്നും വേണ്ടേ? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. മറക്കും, എനിക്കറിയാം. പോവാ നമുക്ക്. എല്ലാരും എന്തേ? എന്തിനാ? അവരുടെ അടുത്തൊരു യാത്ര പറയാന്. ഫസ്റ്റ് ഡേ അല്ലേ? യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ സമയം കളയാലോ അല്ലേ? കേശുവേ, ദാ അമ്മൂമ്മ, ആന്റി ഒന്ന് വരുവോ? എന്തായിരുന്നു കിടന്നുള്ളറങ്ങണേ? പോയില്ലേ? പോയില്ലേ? തമ്പ്രാട്ടിക്ക് യാത്ര പറയണമെന്ന്. സ്കൂളിൽ പോവാണല്ലോ ആദ്യമായിട്ട്. അമ്മൂമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ, പോയിട്ട് വാ. യോ പൊന്നോള് പോയിട്ട് വാ. ഇല്ലടി, പെയ്യൂല. ശിവാൻ ചേച്ചി,
ഞാൻ പോയിട്ട് വരട്ടെ. ഇത് കാലി വീഴുന്നില്ലേ? പോയിത്താ കൊച്ചേ. കേശോട്ടാ ഞാൻ പോയിട്ട് വരട്ടെ. പോയി പഠിച്ച് നന്നായി വാ. ചേട്ടാ ആ കളക്ടറിനെ ഒന്നും കൂടെ ഒന്ന് വിളിച്ചോ. ഇല്ലടി, അവധി ഇല്ല. അമ്മായി ഞാൻ പോയിട്ട് വരട്ടെ. ഓ മക്കള് ചെല്ല്, പോയിട്ടോ. കനകാന്റി ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ അമ്മ. ചേച്ചി ഞാൻ പോയിട്ട് വരട്ടെ. നമ്മൾ ഒരുമിച്ചാ പോണത് സ്കൂളിലേക്ക്. എന്താടി ഇത്? നീ വല്ല യുദ്ധത്തിനും പോണോ? എല്ലായിടത്തും ചാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. അതായിരുന്നു ഇതിലും ഭേദം. ബാ പോവാ. നെയ്യാറ്റിങ്ങനെയും പടവലത്തും കൂടെ വിളിച്ചു പറയായിരുന്നു. പിന്നെ മക്കളെ, സ്കൂളിൽ പോയിട്ടേ തിരിച്ചു വന്നിട്ട് വിളിച്ചു പറഞ്ഞാൽ മതിയോ ഞാൻ എന്താ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നേന്ന്? അല്ലാതെ നീ എല്ലാരെയും വിളിച്ചു പറഞ്ഞിട്ട് പോകുമ്പോ തന്നെ അവിടെ ചെല്ലുമ്പോ സ്കൂൾ കാണൂല, അടയ്ക്കോ അത്. അയ്യോ ഒരു കാര്യം മറന്ന്. ഇനി എന്താ? കൊട എടുത്തില്ല. കൊച്ചെ, നമ്മൾ ഇവിടുന്ന് ഓട്ടോയിലാണ് പോണത്, തിരിച്ച് ഓട്ടോയിലാണ് വരുന്നത്. അതിന് കൊടയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി സ്കൂളിലോട്ട് നടക്കുമ്പോഴേ മഴ പെയ്ത് നമ്മൾ എന്തോ ചെയ്യും? കൊടയില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. ശിവ ചേച്ചി പോയി കൊട എടുത്തോണ്ട് വാ. എടുത്തു കൊടുക്ക് ശിവ. എവിടാ? ആ ടേബിളിന്റെ വെളി കാണും. പാറു, ഞാൻ ഒരു കാര്യം പറയാം. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. പറഞ്ഞു കേട്ടാ? ടീച്ചർ പറയണതെല്ലാം അനുസരിക്കണം. എല്ലാം കേട്ട് അവിടെ അവന്റെ മണ്ട അടിച്ച് പൊളന്നിട്ട് വരായിരുന്ന ദൈവത്തിന്റെ ഭാഗ്യം. എനിക്ക് വയറ് വേദനിക്കുന്നു. ആ വേദനയാ? എന്തായാലും ഇപ്പൊ ആ ബാത്റൂമിൽ പോകാൻ സമയമില്ല. നമ്മൾ സ്കൂളിലെത്താൻ ലേറ്റ് ആവും. അതുകൊണ്ട് നീ സ്കൂളിൽ അങ്ങ് പോയാൽ മതി, ടോയ്ലറ്റില്. നിനക്ക് അത്രയ്ക്ക് കടുപ്പ് വേണം? അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ തന്നെ പോ. അതാകുമ്പോ ഫസ്റ്റ് ദിവസം സ്കൂളിന്റെ ബാത്റൂമിൽ കയറുമ്പോഴേ സ്കൂളിൽ ഞാൻ പറയണ്ട വിട്ട്. ചേട്ടാ എന്നെ കളിയാക്കല്ലേ. കളിയാക്കാനാ? ഞാനാ? കൊച്ചത് ശിവ. ശിവ ചേച്ചി ഓട്ടോ എവിടെ? ആ ഗേറ്റിന്റെ അവിടെ നിന്ന് കൈ കാണിച്ച ഓട്ടോ കിട്ടും, അപ്പൊ കേറി പോവാം. ശിവ ചേച്ചി വയറ് കുത്തി കുത്തി വേദന എടുക്കുന്നു. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. എന്നിട്ടും മാറിയില്ലെങ്കിൽ പോകുന്ന വഴി സ്കൂളിന്റെ തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കയറി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും മാറിക്കോളും കേട്ടാ. കൊച്ചത് എവിടെ ഇരിക്കുവാ? എന്റെ പൊന്നു ശിവ ഒന്ന് വരുന്നുണ്ടാ? പാറു, ഞാൻ ഒരു കാര്യം പറയാം. നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കണം. ഇവിടെ വന്നതിന് ശേഷം പിള്ളേർക്ക് വിളിച്ചു പറയാൻ പറ്റൂല നോട്ട്സ് സെൻഡ് ചെയ്ത് തരാൻ. പറഞ്ഞു കേട്ടാ? കൊട വന്നായിരുന്നെങ്കിൽ സ്കൂളിൽ പോവായിരുന്നു. ശിവ ശിവ ഒന്നും വാ, കിടന്ന് നേരെ പിടിക്കാൻ വയ്യ കൊച്ചേ. അയ്യോ കൊട കിട്ടിയ കൊട. ഞാൻ ഈ വീട് മുഴുവൻ തപ്പി. അവസാനം ചേച്ചിയുടെ മുറിയിലെ കട്ടിലെ താഴെ മെത്ത പോയി നോക്കിയപ്പോഴത്തേക്കും അതിനകത്തോണ്ടൊന്ന് പൂഴ്ത്തി വെച്ചേക്കണ്. ആധാരാ അവിടെ കൊണ്ടുവച്ചേ? നിന്റെ എല്ലാം ഒന്നാണ്. പിടി. ചേച്ചിക്ക് ശരിക്കും വയറ് വേദനിക്കുന്നു. അത് കുഴപ്പമില്ല, പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ പറമ്പുണ്ട്. ഏതെങ്കിലും പാടത്തോ വരമ്പത്തോ ഇരുത്താം. എന്നിട്ട് ഞാൻ കാവൽ നിന്നാ പോരെ. ദേ കൊച്ചെ, ഉഡായിപ്പ് പരിപാടിയും കൊണ്ട് എന്റെ അടുത്ത് വന്നേണ്ടല്ല. ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മൊത്തം നിന്റെ ഉഡായിപ്പാണെന്ന്. മര്യാദയ്ക്ക് സ്കൂളിൽ പോകോളാം കേട്ടല്ല. 5 മിനിറ്റിനുള്ളിൽ നിന്നെ ഞാൻ സ്കൂളിൽ എത്തിക്കും. നടക്കൂല അല്ലേ? എന്ത് നടക്കൂലെന്ന്? ഉടായിപ്പ്. ഇത്രയും പേര് ഇവിടെ നിക്കുന്നില്ലേ, ഞങ്ങളുടെ അടുത്ത് നടക്കൂല, വേറെ വല്ലവരുടെ പോയി കാണിക്കും. എന്നാ പിന്നെ ബാ പോവാ. നടക്കങ്ങോട്ട്. പാറു, ടാറ്റാ. 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 എത്തിയിട്ടേ കത്തയക്കണേ. ചേച്ചി എനിക്ക് മടിയായിട്ടല്ല, വയറ് വേദനിച്ചിട്ടാ. അതെനിക്ക് മനസ്സിലായിരുന്നു. സ്കൂൾ നല്ല രസമായിരിക്കില്ലേ? പിന്നെ പുതിയ ക്ലാസ്, പുതിയ കുറെ പിള്ളേര്, ടീച്ചേഴ്സ്, നല്ല രസമായിരിക്കും. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.